ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവാശ്രയത്തോടെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം 105-ാം സങ്കീർത്തനം 42-43 വാക്യങ്ങളാണ്. 105-ാം സങ്കീർത്തനം 42-43 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും പുറപ്പെടുവിച്ചു. 105-ാം സങ്കീർത്തനം രചിക്കപ്പെട്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് ബോധ്യമുള്ളതാണ്. യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ സാക്ഷ്യപെട്ടകം ഓബേദേദോമിൻ്റെ ഭവനത്തിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് ആഘോഷത്തോടെ കൊണ്ടുവരുമ്പോൾ ആ ജനസഞ്ചയം പാടിയാർത്ത ഗീതമാണ് 105-ാം സങ്കീർത്തനം. ദൈവം തൻ്റെ ജനത്തെ കൈപിടിച്ച് നടത്തിയ വിധങ്ങളെക്കുറിച്ചും ദൈവജനത്തിനു വേണ്ടി അവൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചുമാണ് ഈ സങ്കീർത്തനത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നത്. ഈ സങ്കീർത്തനം അതേപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ വേറൊരു ഭാഗത്തും ആവർത്തിക്കുന്നുണ്ട്. അത് ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായത്തിലാണ്. അവിടെ ഈ സങ്കീർത്തനം അതേപോലെ തന്നെ ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലെ 2 വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം. ദൈവം തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും പുറപ്പെടുവിച്ചു. ഗോഡ് റിമെമ്പേർഡ് എബ്രഹാം ഹിസ് സർവൻറ്റ്. ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിനെ ഓർത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? The greatest gift in our life is to be remembered by someone. ആരാലെങ്കിലുമൊക്കെ എപ്പോഴും ഓർക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം നാം ആരെയാണ് ഓർക്കുന്നത്? നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇടമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ മറക്കുവാനാവാത്ത നല്ല ഓർമ്മകൾ നൽകിയവരെയാണ് നാം എപ്പോഴും ഓർക്കുന്നത്. ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് പറയുമ്പോഴും നിലവുകളിൽ ഓർക്കപ്പെടുവാൻ തക്ക വിധത്തിൽ അത്രമേൽ മനോഹരമായ ഒരു ബന്ധം അബ്രഹാമും ദൈവവുമായി നിലനിർത്തി എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ആഴമായ അർത്ഥം. അത്രമേൽ ആഴമായ മനോഹരമായ ഒരു ബന്ധം അബ്രഹാമും ദൈവവുമായി നിലനിർത്തി. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഓർത്തതായി പറയുന്ന ഏതാനും ചില ആളുകളുടെ വിവരണം മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രളയകാലത്ത് നോഹയെ ദൈവം ഓർത്തു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തലുണ്ട്. റാഹേലിനെ ദൈവം ഓർത്തു എന്ന് രേഖപ്പെടുത്തലുണ്ട്. പിന്നീട് ഏറ്റവും അധികം പ്രാവശ്യം ആവർത്തിക്കുന്നത് അബ്രഹാമിനെ ദൈവം ഓർത്തു എന്നുള്ളതാണ്. അബ്രഹാമിൻ്റെ പേരാണ് ദൈവം ഓർത്ത ആളുകളുടെ എണ്ണത്തിൽ ആവർത്തിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. സത്യത്തിൽ അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. നമ്മളൊക്കെ മനുഷ്യരാൽ ഓർക്കപ്പെടണമെന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്ന് പടിയിറങ്ങിപ്പോയാൽ അത് ജീവിതത്തിൽ അതീവ ദുഃഖകരമായ ഒരവസ്ഥയാണെന്നും ചിന്തിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ വല്ലാതെ വീർപ്പുമുട്ടുന്നവരാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുവാൻ തക്കവണ്ണമുള്ള പോരാട്ടങ്ങളാണ് നാം ഈ ലോക ജീവിതയാത്രയിൽ നടത്തുന്നത് അത്രയും. പക്ഷെ അവിടെയൊക്കെ നാം സൗകര്യപൂർവ്വം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അത് ഈ തിരുവചന ഭാഗത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. ദൈവം നമ്മെ ഓർക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു ഇടമുണ്ടോ എന്നുള്ളത് തന്നെയാണ് നാം സൗകര്യപൂർവ്വം മറന്നു പോകുന്നത്. ദൈവം ഓർത്തവരാണ് വിശുദ്ധരായി മാറിയിട്ടുള്ളത്. ദൈവത്താൽ ഓർക്കപ്പെട്ടവരാണ് നീതിമാന്മാരായി മാറിയിട്ടുള്ളത്. ദൈവഹൃദയത്തിൽ ഇടം നേടിയവരുടെ ഓർമ്മകളാണ്
കാലത്തിന് മായ്ക്കുവാൻ സാധ്യമാകാതെ ഇന്നും നിലനിൽക്കുന്നത്. നാം ഇന്ന് ഈ സന്ധിയിൽ കൂട്ടായി ചിന്തിക്കുന്നത് അബ്രഹാമിനെ പോലെ ദൈവഹൃദയത്തിൽ ഇടം നേടുവാനും ദൈവത്താൽ ഓർക്കപ്പെടുവാനും നമ്മുടെ സ്മരണകൾ ചിരകാലം ഈ ലോക ജീവിതത്തിൽ നിലനിൽക്കുവാനും തക്കവണ്ണം എന്ത് ഗുണപരമായ മാറ്റമാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അത് അബ്രഹാമിൻ്റെ ജീവിത പഠനത്തിൽ കൂടെ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്? 3 കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ ഒന്നാമത്തെ കാരണം സമ്പന്നതയുടെയും സുഭിക്ഷതയുടെയും മധ്യത്തിലും ദൈവാരാധനയ്ക്കും ദൈവാന്വേഷണത്തിനുമായി അവൻ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ്. സമ്പന്നതയുടെയും സുഭിക്ഷതയുടെയും മധ്യത്തിലും ദൈവാരാധനയ്ക്കും ദൈവാന്വേഷണത്തിനുമായി അവൻ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു. ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ഹാർട്ട് ടു സീക്ക് ഗോഡ് ആൻഡ് ടു വർഷിപ്പ് ഹിം. അവനെ ആരാധിക്കുവാനും അന്വേഷിക്കുവാനുമായി അബ്രഹാം തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു. അബ്രഹാമിൻ്റെ ജീവിതകഥ ആരംഭിക്കുമ്പോൾ തന്നെ അതീവ സമ്പന്നനായ ഒരു മനുഷ്യനായിട്ടാണ് തിരുവചനം അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 17 മുതലുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ആടുമാടുകളും ദാസന്മാരും ദാസികളും പെൺകഴുതകളും ആൺകഴുതകളും ഒട്ടകങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നു എന്ന രേഖപ്പെടുത്തലോടെയാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങളിലും അബ്രഹാമിൻ്റെ സമ്പന്നതയെക്കുറിച്ചുള്ള വിവരണം സവിസ്തരം പരാമർശിക്കുന്നുണ്ട്. അവിടെ കന്നുകാലിയും വെള്ളിയും പൊന്നുമൊക്കെ ധാരാളമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അബ്രഹാമിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഈ തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ സമ്പന്നതയുടെ മധ്യത്തിലും ദൈവാരാധനയ്ക്കും ദൈവാന്വേഷണത്തിനുമായി സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു വലിയ ഗുണം അബ്രഹാമിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പൊതുവായ ഒരു ധാരണ സമ്പത്തും ജീവിത ചുറ്റുപാടുമൊക്കെ ഒരുമാതിരി വികസിതമായാൽ പിന്നെ ദൈവാന്വേഷണവും ദൈവസമർപ്പണവും ഒന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുമാതിരി ജീവിക്കുവാൻ പാങ്ങുള്ള മനുഷ്യരൊക്കെ ഒരുപക്ഷെ പരിഹാസ രൂപേണയെങ്കിലും നിത്യേന ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥനയ്ക്ക് കൂടി വരികയും ചെയ്യുന്ന ആളുകളോടൊക്കെ ഇപ്പോഴും പള്ളിയിലും പ്രാർത്ഥനയിലും ഒക്കെ പോകുന്നുണ്ടോ എന്നുപോലും പരിഹാസം കലർന്ന രീതിയിൽ ചോദിക്കാറുള്ളത്. എന്നാൽ ശാശ്വതവും അക്ഷയവുമാകുന്ന സമ്പത്തും സമാധാനപൂർവമായ ജീവിതവും നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവാന്വേഷണമാണ് പരമപ്രധാനമായി ഉണ്ടാകേണ്ടതെന്ന് തിരുവചനം നിരവധി പേരുടെ ജീവിതങ്ങളിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാം അതിൽ പ്രഥമമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അബ്രഹാം സമ്പന്നനാകുന്തോറും ദൈവത്തോടുള്ള ഭക്തിയിലും ദൈവാരാധനയിലും ദൈവാന്വേഷണത്തിലും അവൻ അനുദിനം വളർന്നു വന്നു എന്നാണ് തിരുവചനം സാക്ഷിക്കുന്നത്. സംഭരിച്ചു കൂട്ടുന്ന കളപ്പുരകൾക്ക് കരുണയുടെ വാതിൽ എന്ന് നഷ്ടമായി പോകുന്നുവോ അന്നു മുതൽ അധാർമികതയുടെ തുറന്നിട്ട കിളിവാതിൽ കൂടെ നാം സമ്പാദിച്ചു വെച്ച സകലവും, നാം കൂട്ടിച്ചേർത്ത് വെച്ച സകലവും നാം അറിയാതെ തന്നെ പറന്നു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അത്രയും സമ്പത്തിൻ്റെ മധ്യത്തിലും ഇതൊക്കെയാണ് എല്ലാമെന്ന് കരുതുന്ന മനുഷ്യർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് കൂട്ടിവെക്കുന്നതെല്ലാം പറന്നു പോകുന്നത് വ്യഥയോടെ നോക്കി നിൽക്കേണ്ടതായ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിത പരിസരങ്ങളൊന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ദരിദ്രൻ്റെ മകൻ സ്വാഭാവികമായും സമ്പന്നനാകും. അതൊരു യാഥാർത്ഥ്യമാണ്. ദരിദ്രൻ്റെ മകൻ സ്വാഭാവികമായും സമ്പന്നനാകും. സമ്പന്നൻ്റെ മകൻ ധാരാളിയായിത്തീരും. ധാരാളിയുടെ മകൻ വീണ്ടും ദരിദ്രനായിത്തീരും. ഇതിങ്ങനെ ഒരു ചക്രമെന്നോണം ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ തന്നെ ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കോണം സാധിക്കും. അവിടെയൊക്കെ അബ്രഹാമിനെ പോലെ ദൈവം നൽകുന്ന സമ്പന്നതകളിലെല്ലാം
ദൈവാരാധനയും ദൈവത്തോടുള്ള സമർപ്പണവും നഷ്ടപ്പെടാതെ ഒരേപോലെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആർക്കൊക്കെ സാധിക്കുന്നുണ്ടോ അവർക്കൊക്കെ ജീവിതത്തിൽ കൂട്ടിവെക്കുന്നതൊക്കെ ശാശ്വതമായി നിലനിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി എന്താണ്? അത് മറ്റൊന്നുമല്ല, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിവിധ ഓപ്ഷനുകളുണ്ട് എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിലെ നമ്മുടെ വലിയ പ്രതിസന്ധി. അത് നാം അണിയുന്ന വസ്ത്രത്തിലായാലും, ഭക്ഷണത്തിലായാലും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലായാലും, ബന്ധങ്ങളിലായാലും എല്ലാം നിരവധി ഓപ്ഷനുകൾ ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ കണ്ണിന് മുമ്പിൽ നിലനിൽക്കുന്നതെല്ലാം വിവിധ തരത്തിലുള്ള ഓപ്ഷനുകളാണ്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനുകൾ വല്ലാതെ നമുക്ക് പെരുകുകയാണ്. സമൃദ്ധിയും സുഭിക്ഷതയും കൊണ്ട് മാത്രം സമാധാനവും ശാന്തിയും ഒന്നും ഉണ്ടാകണമെന്നില്ല. മലയാളത്തിലെ വളരെ പ്രതിഭാധനനായ കവിയായിരുന്നു വള്ളത്തോൾ. അദ്ദേഹത്തിൻ്റെ 2 വരികൾ നമുക്കൊക്കെ ഏറെ പരിചയമുള്ളതാണ്. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചു കുടിൽ കത്രേ നിദ്രാസുഖം. സത്യത്തിൽ ഈ ലോക ജീവിതത്തെ കൃത്യമായി വരച്ചു കാണിക്കുന്ന വരികളാണത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൊട്ടാരത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് തങ്ങളുടെ സമ്പത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുവാൻ പോലും സാധ്യമാകുന്നില്ല. എന്നാൽ കൊച്ചുകുടിലിൽ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലുമൊക്കെ സന്ധ്യയായാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുഖമായി ഉറങ്ങണം എന്നതിൽ പരം വലിയ ആദികളും ഭാരങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഈ കാലത്തിൻ്റെ വിചാരം എന്ന് പറയുന്നത് പർച്ചേസിങ് കപ്പാസിറ്റിയാണ് ഒരു മനുഷ്യൻ്റെ സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ലോകം അതിനാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. സമ്പന്നനാകുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുക, അതിനനുസരിച്ചാണ് സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയും ഒക്കെ നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അവിടെ അബ്രഹാം പിതാവ് മാതൃകയാകേണ്ടതാണ്. തനിക്കുള്ള സകല സമ്പത്തിൻ്റെ മധ്യത്തിലും അവൻ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവാരാധനയ്ക്കുമാണ് ഏറിയ പങ്ക് സമയവും ചിലവഴിക്കുന്നത്. നമ്മളൊക്കെ സമ്പത്തിൽ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള എളുപ്പവഴി എന്താണ്? അത് നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. സമ്പത്തിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് 2 കോളങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ജീവിത കണക്ക് പുസ്തകത്തിൽ 2 കോളങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതായത് നമുക്കിങ്ങനെ പറയുവാൻ തക്കവണ്ണം സാധിക്കും, അവരുടെ ജീവിതത്തിന് ലാഭം നഷ്ടം എന്നുള്ള 2 കോളങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ കണക്കെന്ന് പറയുന്നത് അത്ര തെറ്റുപിടിച്ചൊരു സംഭവമൊന്നുമല്ല. എന്നാൽ കണക്കു മാത്രമായി ജീവിതം പരിമിതപ്പെട്ടു പോകുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാം വിചാരിക്കാത്ത വഴിയിൽ കൂടെ സമ്പാദിച്ചു വെച്ചതെല്ലാം പറന്നകന്നു പോകുന്നത് ദുഃഖത്തോടെ കണ്ടിരിക്കേണ്ടതായി വരും. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് 27-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലാണ് പറയുന്നതെന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. പഴയ നിയമത്തിൻ്റെ മുഴുവൻ സന്ദേശം 27-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സീക്ക് ദ ഫേസ് ഓഫ് യുവർ ലോർഡ് യാഹ്വേ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മുഖം അന്വേഷിക്കുക. ദൈവമുഖം അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൽ പരമപ്രധാനമായി നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് വേണ്ടുന്ന 2 പ്രത്യേകതകളെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 1-ാം ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ഏൽപ്പിച്ചു കൊടുക്കുക. 2 കാര്യങ്ങളാണല്ലോ ആവർത്തിച്ച് അവിടെ പറയുന്നത്. ഒന്ന്, അറ്റൻഷൻ ഓഫ് ദ മൈൻഡ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു ശ്രദ്ധയുണ്ടാകണം. രണ്ടാമതായി, അഫെക്ഷൻ ഓഫ് ദ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് ഒരു അടുപ്പമുണ്ടാകണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ഈ ലോകത്തോടുള്ള ബന്ധങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഭംഗിയായി പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തു 2 കാര്യങ്ങൾ അവിടെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് അവരോട് പറയുന്നത്: യു ആർ ഫ്രം ദ വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവരാണ്. ബട്ട്
നോട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ഈ ലോകത്തിൻ്റേത് അല്ല. ഈ ലോക ജീവിതത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള സമ്പത്തും ജീവിത ചുറ്റുപാടും ഒക്കെ ക്രമാനുഗതമായി വർദ്ധിക്കുമ്പോഴും ഇടറിപ്പോകാതിരിക്കുവാൻ ഈ രണ്ട് ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നാം ഈ ലോകത്തിൽ നിന്ന് ഉള്ളവരാണ്, പക്ഷേ ഈ ലോകത്തിൻ്റേത് അല്ല. അബ്രഹാം യാത്ര ചെയ്തു പോയ വഴികളിലെല്ലാം അവശേഷിപ്പിച്ചത് എന്താണ്? അബ്രഹാം യാത്ര ചെയ്തു പോയ വഴികളിലെല്ലാം അവശേഷിപ്പിച്ചത് ബലിപീഠങ്ങളാണ് എന്നൊരു വായനയുണ്ട്. അബ്രഹാം നടന്നുപോയ ഇടങ്ങളിലെല്ലാം ബലിപീഠങ്ങൾ പണിതു, അവിടെ ആരാധന അർപ്പിച്ചു. അബ്രഹാമിൻ്റെ സഞ്ചാരപഥങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം തൻ്റെ പിന്നാലെ വന്ന ആളുകൾക്കിടയായത് അബ്രഹാം അവശേഷിപ്പിച്ചു പോയ ബലിപീഠങ്ങളുടെ വെളിച്ചത്തിലാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോക ജീവിതത്തിൽ അവശേഷിപ്പിക്കുവാൻ തക്കവണ്ണം യഥാർത്ഥമായി ഇടയാകേണ്ടത് എന്താണ്? നമ്മുടെ സഞ്ചാരപഥങ്ങളൊക്കെ പൂർത്തീകരിച്ച് നമ്മളും ഈ ലോക ജീവിതത്തിൽ നിന്ന് ഒരു നാൾ യാത്രയായി പോകും. നമ്മുടെ പ്രിയമുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുവാൻ തക്കവണ്ണം ലോകപ്രകാരമുള്ള സമ്പത്തോ ജീവിത ചുറ്റുപാടോ മാത്രം സമാഹരിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു 2 തലമുറയ്ക്കപ്പുറത്തേക്ക് നമ്മെ ആരും ഓർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് എന്താണ് ഇവിടെ അവശേഷിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത്? നമുക്ക് അവശേഷിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത് അബ്രഹാം അവശേഷിപ്പിച്ചതുപോലെ പ്രാർത്ഥനയുടെ ബലിപീഠങ്ങൾ അടുത്ത തലമുറയ്ക്കായി അവശേഷിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. അതാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അബ്രഹാം ദൈവഹൃദയത്തിൽ ഇടം നേടിയത്? അവനെ ഓർക്കുവാൻ തക്കവണ്ണം കാരണം എന്താണ്? അതിൻ്റെ കാരണം സമ്പന്നതയുടെയും സുഭിക്ഷതയുടെയും ഒക്കെ മധ്യത്തിലും അവൻ ദൈവാരാധനയും ദൈവാന്വേഷണവും കൈവിട്ട് കളഞ്ഞില്ല എന്നുള്ളതാണ്. എവിടെയൊക്കെ ദൈവാരാധനയും ദൈവാന്വേഷണവും നാം ഒക്കെ കൈവിട്ട് കളയാതെ മുറുകെ പിടിക്കുന്നുണ്ടോ, നാം സമ്പാദിക്കുന്നവയെല്ലാം ശാശ്വതമായി നമ്മോടുകൂടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവഹൃദയത്തിൽ നമുക്കൊരിടമുണ്ടാവുകയും ചെയ്യും. രണ്ടാമതായി, അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ കാരണം എന്താണ്? അതിപ്രകാരം നമുക്ക് പറയാം. ഹൃദയബന്ധങ്ങളിൽ അബ്രഹാം നിലനിർത്തിയ ആത്മാർത്ഥത കണ്ടിട്ടാണ് ദൈവഹൃദയത്തിൽ അവന് ഇടം ഉണ്ടായത്. ഹൃദയബന്ധങ്ങളിൽ അബ്രഹാം നിലനിർത്തിയ ആത്മാർത്ഥത. നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് യഹോവയാകുന്ന ദൈവം കൊടുക്കുന്ന ഒരു അരുളപ്പാടിലാണ്. അതിങ്ങനെയാണ്: റിനൗൺസ് ആൻഡ് ഡിപ്പാർട്ട്. നീ ഉപേക്ഷിക്കുക, യാത്ര ചെയ്യുക. ഉപേക്ഷിക്കുക, യാത്ര ചെയ്യുക എന്നുള്ള വചനം ദൈവസന്നിധിയിൽ നിന്ന് കേട്ടു എങ്കിലും അബ്രഹാം തൻ്റെ സഞ്ചാരപാതയിൽ തനിക്ക് പ്രിയപ്പെട്ട ചിലരെയൊക്കെ കൂടെ കൂട്ടുന്നതായി തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. എല്ലാവരെയും ഉപേക്ഷിച്ചിട്ടല്ല അബ്രഹാം യാത്ര ചെയ്യുന്നത്. തൻ്റെ ധർമ്മപത്നിയായ സാറായെ കൂടെ കൂട്ടുന്നുണ്ട്. തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അബ്രഹാം കൂടെ കൂട്ടിയാണ് യാത്ര ചെയ്യുന്നത്. ഇവരെ കൂടെ കൂട്ടിയത് സംബന്ധിച്ച് യഹോവയാകുന്ന ദൈവം അബ്രഹാമിനോട് കലഹിക്കുന്നൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം, ഈ സഞ്ചാരപഥം കുറേ മുന്നോട്ട് പോകും തോറും ഇവർ രണ്ടുപേരും വഴിയായി അബ്രഹാം വളരെയേറെ വേദനിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. പക്ഷേ അവരെ ഒഴിവാക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന് ഇടയാകുന്നില്ല. കാരണം യഹോവയാകുന്ന ദൈവത്തിന് അറിയാം, ഇവരെ ഒഴിവാക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന് ഇടയാവുകയില്ല. അത്രമേൽ ഹൃദയാർദ്രമാകുന്ന ബന്ധം തൻ്റെ ധർമ്മഭക്തിയോടും തൻ്റെ സഹോദര കുടുംബത്തോടുമൊക്കെ അബ്രഹാം നിലനിർത്തുന്നുവെന്ന് യഹോവയാകുന്ന ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വഴിയാത്രയിൽ ഉടനീളം അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം കലഹിക്കാതെ ഇരിക്കുന്നത്, ഇവരെ കൂട്ടിയതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ വഴിയായി അബ്രഹാം വളരെയധികമായി വ്യസനിക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. നാം ആരെയൊക്കെയാണോ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളത്, ആർക്കു വേണ്ടിയൊക്കെയാണോ സമയങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത്, ആരെ പ്രതിയാണോ ജീവിതത്തിൻ്റെ ചില സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചത്, അവരൊക്കെ ഒരുപക്ഷെ കാരസ്കരം പോലെ കയ്പിക്കുന്ന ഒരുപിടി അനുഭവങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചു എന്ന് വരാം. നൊടി നേരം കൊണ്ട് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്നും വരാം. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്വവും കുറഞ്ഞു പോകാതെ തണുത്തു പോകാതെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. നാം സ്നേഹിക്കുന്നവരെല്ലാം അതേപടി നമ്മെ സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് അബ്രഹാമിൻ്റെ ജീവിതയാത്രയിൽ വളരെ കൃത്യമായി
തെളിവായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അബ്രഹാം സ്നേഹിച്ചത്ര ആഴത്തിൽ ഇവർക്കാർക്കും അബ്രഹാമിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. ഇത് ഛായാമുഖി എന്ന് പറയുന്ന ഒരു കണ്ണാടിയുടെ കഥയാണ്. ഭീമന്റെ പത്നിയാകുന്ന ഹിഡുംബിക്ക് ലഭിക്കുന്ന കണ്ണാടിയാണ്. ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ നമ്മുടെ പ്രതിരൂപമല്ല ഈ കണ്ണാടിയിൽ കാണുന്നത്. മറിച്ച് നാം ആരെയാണോ ഏറെ അധികമായി സ്നേഹിക്കുന്നത് അവരുടെ ചിത്രമാണ് ഈ കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നത്. ഹിഡുംബി വളരെ സ്നേഹത്തോടെ ഭീമന് ഈ കണ്ണാടി സമ്മാനിക്കുന്നുണ്ട്. ഭീമൻ ഈ കണ്ണാടി നോക്കുമ്പോൾ ഭീമൻ കാണുന്നത് ഹിഡുംബിയുടെ ചിത്രമല്ല. കൊടുക്കുന്ന ഹിഡുംബി വിചാരിക്കുന്നത് തൻ്റെ ചിത്രമാകും ഭീമസേനൻ നോക്കുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നതെന്നാണ്. എന്നാൽ ആ ചിത്രമല്ല പ്രതിബിംബിക്കുന്നത്. അതിന് പകരം പ്രതിബിംബിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ദ്രൗപദിയുടേതാണ്. ദ്രൗപദിയുടെ ചിത്രമാണ്. ഭീമന്റെ ആഗ്രഹങ്ങളും അനുരാഗവും എല്ലാം ദ്രൗപദിയിലാണ്. ഇത് കാണുന്ന ഉടനെ തന്നെ ഹിഡുംബി വളരെ വേഗത്തിൽ ഭീമനിൽ നിന്ന് അകന്ന് കാനനത്തിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. രണ്ടാമതായി ഈ കണ്ണാടി വളരെ സന്തോഷത്തോടുകൂടെ ഭീമൻ കൊടുക്കുന്നത് ദ്രൗപദിക്കാണ്. തൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവനും ദ്രൗപദി ആയതുകൊണ്ട് സ്വാഭാവികമായും ദ്രൗപദിയുടെ ഹൃദയത്തിലും തൻ്റെ ചിത്രം തന്നെയാണെന്നുള്ള ചിന്തയിലാണ് ഇപ്രകാരം കണ്ണാടി സമ്മാനിക്കുന്നത്. പക്ഷേ ദ്രൗപദി ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ഭീമന്റെ ചിത്രമല്ല, അർജുനന്റെ മുഖമാണ്. ഇത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ആരെയൊക്കെ പ്രിയപ്പെട്ടവരായി നമ്മുടെ മനസ്സിൽ കരുതിയിട്ടുണ്ടോ, ഒരുപക്ഷെ അവരുടെ ഹൃദയങ്ങളിലൊന്നും നാം ഉണ്ടാകണമെന്ന് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഇപ്രകാരം ഒരു ചെറിയ പ്രാർത്ഥനയാണ്. നാം പ്രിയപ്പെട്ടവരായി കാണുന്ന ആരുടെയും കൈകളിൽ ഇപ്രകാരമുള്ള ഛായാമുഖി പോലെയുള്ള കണ്ണാടികളൊന്നും എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം മാത്രമേ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ കാലത്തിൻ്റെ ഒരു കുഴപ്പം പ്രകടിപ്പിക്കപ്പെടുന്ന സ്നേഹത്തിൽ മാത്രമാണ് എല്ലാവരും പ്രിയം വെക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ സ്നേഹമെന്നുള്ളത് വലിയ കോലാഹലം മാത്രമൊന്നുമല്ല. ലോകം പോലും അറിയാതെ രണ്ടു മനുഷ്യർക്ക് ആത്മാവ് കൊണ്ട് തൊടുവാനും സ്നേഹിപ്പാനും തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും നാം സ്നേഹത്തിൻ്റെ അഭിനയങ്ങളെ മാത്രം വിശ്വസിക്കുകയും അതാണ് സത്യമെന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മലമായ സ്നേഹമുള്ളവർ നമ്മുടെ പരിഗണനയുടെ പട്ടികകളിൽ പോലുമില്ല. നമ്മുടെ ഭവന പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാലും ഇത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. മിക്കപ്പോഴും നമ്മുടെ അപ്പന്മാരൊക്കെ സ്നേഹമില്ലാത്തവരെന്ന് നാം മുദ്ര കുത്തുകയും പറയുകയും ചെയ്യുന്നവരാണ്. അതിൻ്റെ പരമപ്രധാനമായ ഒരു കാരണം ഇത് മാത്രമാണ്. അവർക്ക് സ്നേഹം അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രകടമാക്കുന്ന സ്നേഹങ്ങളിൽ മാത്രമാണ് നാം വിശ്വസിക്കുന്നത് അത്രയും. എന്നാലും പ്രകടമാക്കുന്ന സ്നേഹം മാത്രമല്ല, ഹൃദയത്തിൽ സ്നേഹം കരുതിക്കൊണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകും. അവരെയെല്ലാം ഹൃദയവിശാലതയോടെ സ്നേഹിക്കുവാനിടയാവുക എന്നുള്ളതാണ് പ്രധാനം. അബ്രഹാം ഹൃദയം നൊന്താലും തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം സ്നേഹിച്ച് തന്നെയാണ് ജീവിച്ചത്. അതിന് കാരണമായിട്ടുള്ളത് അവൻ്റെ ഹൃദയവിശാലത തന്നെയാണ്. ശലോമോൻ രാജാവിന് ചില ബലഹീനതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും തിരുവചനം ശലോമോൻ രാജാവിൻ്റെ വലിയൊരു ഗുണമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവന് കടലോരം പോലെ ഒരു ഹൃദയം ദൈവം കൊടുത്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് ഈ കടലോരം പോലെയുള്ള വലിയൊരു ഹൃദയമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവരെയും അണയ്ക്കുവാനും ഒക്കെ സാധ്യമാകുന്ന ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഭാരതം സംഖ്യാശാസ്ത്രത്തിന് സംഭാവന ചെയ്ത സംഖ്യ നിങ്ങൾക്കറിയാവുന്ന പോലെ 0 എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഭാരതീയരുടെ മനസ്സിനെ കുറിക്കുന്നതാണെന്നുള്ള വ്യാഖ്യാനമൊക്കെ ഉണ്ട്. 0ൻ്റെ പ്രത്യേകത എന്താണ്? അത് ഏറ്റവും ചെറുതാക്കി എഴുതുവാൻ തക്കവണ്ണം സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും വലുതാക്കി എഴുതുവാനും തക്കവണ്ണം സാധിക്കും. സത്യത്തിൽ നമ്മുടെയൊക്കെ ഹൃദയവും അപ്രകാരം തന്നെ ഉള്ളതാണ്. പ്രാവിൻകൂടിനേക്കാൾ ചെറുതായി 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 ആക്കുവാൻ തക്കവണ്ണം വേറൊരു മനുഷ്യനും ഇടം കൊടുക്കാത്ത തക്ക വിധത്തിൽ ചെറുതാക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, കടലോരം പോലെ വിശാലമായി വലുതായി എഴുതുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കും. സത്യത്തിൽ കടലോരം പോലെ വലുതാക്കി എഴുതുക എന്നുള്ളതാണ് പ്രധാനം. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയുവാൻ നാവ് പൊന്താത്തവൻ മനുഷ്യനല്ല.
MT വാസുദേവൻ നായരുടെ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് രേഖയില്ലാത്ത ചരിത്രം എന്നാണ്. MT വാസുദേവൻ നായർ എഴുതിയ ഏറ്റവും ചെറിയ കഥ അതാണ്, രേഖയില്ലാത്ത ചരിത്രം. അതിനകത്ത് മായാജാല വിദ്യ കാണിക്കുന്ന അഹമ്മദി ബേ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയുള്ള പരാമർശമാണ് ഉള്ളത്. ലോകം മുഴുവനും മായാജാല വിദ്യകളൊക്കെ കാണിച്ച് ലോകത്തെ മുഴുവനും കൈയടക്കിയ ഒരു മനുഷ്യൻ ഈ കേരള നാട്ടിൽ ഒരു പരിപാടി അവതരിപ്പിക്കുവാൻ തക്കവണ്ണം വരുന്നുണ്ട്. അദ്ദേഹം ഈ കേരള നാട്ടിൽ പരിപാടി അവതരിപ്പിക്കുവാൻ തക്കവണ്ണം വന്ന് നിരവധി തരത്തിലുള്ള മായാജാല വിദ്യകൾ തൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഈ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. ഒന്ന് ചിരിക്കുവാനോ അഭിനന്ദിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ ഒന്നും ഇടയാകുന്നില്ല. സത്യത്തിൽ അഹമ്മദി ബേയ്ക്ക് എവിടെയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നതെന്നുള്ള ബോധ്യം പോലുമില്ല. പല രാജ്യങ്ങൾ മാറി മാറി സഞ്ചരിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യനാണല്ലോ. ഒടുവിൽ അദ്ദേഹം ഒരു കത്തിയെടുത്ത് തൻ്റെ മാറു പിളർന്ന് തൻ്റെ ഹൃദയമെടുത്ത് വെളിയിലേക്ക് കാണിക്കുന്നുണ്ട്. ഈ വെളിയിലേക്ക് തൻ്റെ ഹൃദയം കാണിക്കുമ്പോഴും ഈ കൂടിയിരിക്കുന്ന കാണികൾ അത്രയും യാതൊരു ഭാവഭേദവും കൂടാതെ ഒരേ ഇരിപ്പ് ഇരിക്കുകയാണ്. ഒടുവിൽ അഹമ്മദി ബേ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് തൻ്റെ സഹായിയോട് ചോദിക്കുന്നുണ്ട്, നാം എവിടെയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്? ഉടനെ ആ സഹായി മറുപടി പറയുന്നുണ്ട്, കേരളത്തിലാണ് പരിപാടി അവതരിപ്പിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഇടുങ്ങിയതാകുന്ന അനുഭവമാണ് ആ ചെറിയ വരികളിൽ കൂടെ മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയുവാൻ തക്കവണ്ണം, പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം, ചേർത്ത് പിടിക്കുവാൻ, അണച്ചു പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചില്ല എങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. സാദിയ മുഫറയുടെ ഒരു കവിതയുണ്ട്, ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ള കവിതയാണ്. അതിലേതാനും വരികൾ ഇപ്രകാരമാണ്: ഒരു കുടുംബ ആൽബത്തിലെ നായകരുടെ പടങ്ങളിലേക്ക് കൊച്ചുമക്കൾ ചൂണ്ടുമ്പോൾ കുഞ്ഞുങ്ങളോടും അടുത്ത തലമുറയോടും പറയുവാൻ ആഹ്ലാദത്തിൽ അവസാനിക്കുന്ന ഒരു കഥയായി മാറുവാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിത ദൗത്യം പരാജയമാണ്. നമ്മുടെ കൊച്ചുമക്കളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമല്ലോ. അവിടെ നമ്മളൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പറ്റി ആഹ്ലാദത്തിൽ അവസാനിക്കുന്ന ഒരു കഥയെങ്കിലും പറയുവാൻ അവർക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം സമ്പാദിച്ചത് എന്താണ് എന്ന് ആത്മപരിശോധന നാം തന്നെ നടത്തുക. ഗീവ് ദ ബെസ്റ്റ് ആൻഡ് ലീവ്. ഏറ്റവും നല്ലത് ഈ കാലത്തിന് കൊടുക്കുവാനും ഈ ലോക ജീവിതത്തിൽ നിന്ന് നീങ്ങുവാനും നമുക്കിടയാകണം. അബ്രഹാം ആ കാര്യത്തിൽ സമ്പന്നനാണ്. കൂടെ കൊണ്ട് നടന്നവർ വഴിയായി അമിതമായി ദുഃഖിക്കേണ്ടി വരുന്നു എങ്കിലും അബ്രഹാം അവരെയെല്ലാം തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ കർത്താവും അപ്രകാരം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവനും നമ്മുടെ കർത്താവിനോടൊപ്പം ഒഴുകിയെത്തുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്? അതിന് രണ്ട് കാരണങ്ങൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയുവാൻ തക്കവണ്ണം ഉണ്ടല്ലോ. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ ഭാഷയുടെ ഭംഗിയാണ്. അത് വിശുദ്ധനായ ലൂക്കോസ് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യവാക്കുകളിൽ അനേകർ അതിശയിച്ചു. നമ്മളുടെ അധരം പൊഴിക്കുന്നത് അത്രയും ലാവണ്യമുള്ള വാക്കുകളാകണം. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ ലോകത്തിൻ്റെ 4 അതിരുകളിൽ സഞ്ചരിച്ചു? അവർ പോയ ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടാണോ ഈ ജനത മുഴുവനും അവരോട് ചേർന്ന് നിന്നത്? ഒരിക്കലുമല്ല. അവരുടെ സാന്നിധ്യം ആശ്വാസദായകമായിരുന്നു. അവരുടെ സംഭാഷണങ്ങൾ അനേകരുടെ ഹൃദയം തണുപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനും അവരുടെ പിന്നാലെ ഇങ്ങനെ ഒഴുകി നീങ്ങുവാൻ തക്കവണ്ണം ഇടയായത്. അവരെവിടെ നിന്ന് പഠിച്ചതാണിത്? അത് വേറെ എങ്ങൊന്നുമല്ല, അവരുടെ ഗുരുവും നാഥനുമായ ക്രിസ്തു അവർക്ക് പാഠമോദിയതാണ്. സംഭാഷണങ്ങളുടെ ഭംഗി അവർക്കുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമതായി, നമ്മുടെ കർത്താവിനോട് ഈ ലോകം മുഴുവനും ചേർന്ന് നിന്നതിൻ്റെ കാരണം എന്താണ്? ഇത് വേറെ ഒന്നുമല്ല, മനസ്സിൻ്റെ നിഷ്കളങ്കതയാണ്. മനസ്സിൻ്റെ നിഷ്കളങ്കത. ഈ കാലത്ത് നമുക്ക് നഷ്ടമാകുന്നത് അത്രയും മനസ്സിൻ്റെ നിഷ്കളങ്കതയും അതിനോടൊപ്പം തന്നെ സംഭാഷണങ്ങളുടെ ഭംഗിയുമാണ്. കുരിശിൽ കിടന്ന കള്ളൻ പോലും എന്നെ നീ ഓർക്കണമേ എന്ന് ഹൃദയം പൊടിഞ്ഞ് അവസാന നിമിഷത്തിൽ പറയാൻ കാരണം എന്താണ്? അത് വേറെ ഒന്നുമല്ല, കുരിശിൽ കിടന്നവൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കതയെ കണ്ടതുകൊണ്ട് തന്നെയാണ്. പ്രിയമുള്ളവരെ,
നമുക്കൊക്കെ അപ്രകാരം ഭാഷയുടെ ഭംഗിയും മനസ്സിൻ്റെ നിഷ്കളങ്കതയും ഉള്ളവരൊക്കെയായി മാറുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. മൂന്നാമതായി, അബ്രഹാം ദൈവഹൃദയത്തിൽ ഇടം നേടിയത് എന്തുകൊണ്ടാണ്? അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം യാത്രാ വഴികളിൽ പതിയിരുന്ന ഇടർച്ചകളോടൊന്നും അബ്രഹാം ചങ്ങാത്തം കൂടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവൻ്റെ യാത്രാ വഴിയിൽ പതിയിരുന്ന ഇടർച്ചകളോടൊന്നും അബ്രഹാം ചങ്ങാത്തം കൂടിയില്ല. യെശയ്യാ പ്രവചന പുസ്തകം 51 അധ്യായം 1-2 വാക്യങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് വളരെ ഭംഗിയേറിയ ഒരു വിവരണം യഹോവയാകുന്ന ദൈവം നടത്തുന്നത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിപ്രകാരമാണ്: അവൻ ഏകനായി സഞ്ചരിച്ച് ഈ അനുഗ്രഹങ്ങളെയെല്ലാം കരഗതമാക്കി. അവൻ ഏകനായി സഞ്ചരിച്ച് ഈ അനുഗ്രഹങ്ങളെയെല്ലാം കരഗതമാക്കി. ഹി ട്രാവൽഡ് അലോൺ ആൻഡ് റിസീവ്ഡ് ഓൾ ദ ബ്ലെസ്സിങ്സ്. അവൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. ഈ അനുഗ്രഹങ്ങളെയെല്ലാം അവൻ ഏകനായി സഞ്ചരിച്ച് കരഗതമാക്കി. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. അബ്രഹാം സഞ്ചരിച്ച യാത്രാപഥങ്ങളിൽ നിരവധി മനുഷ്യരും അവരുടെ ജീവിതക്രമങ്ങളും അവരുടെ രീതികളും അവരുടെ അനുദിന ജീവിത വ്യാപാരങ്ങളും ഒക്കെ അബ്രഹാം കണ്ടു. ചിലയിടങ്ങളിലൊക്കെ അവരോടൊപ്പം കൂടാരമടിച്ച് പാർക്കേണ്ടതായും വന്നു. അത് പഴയ നിയമത്തിൽ ഉടനീളം നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ട മനുഷ്യർക്കെല്ലാം അവരുടേതായ ഗുണങ്ങളും അവരുടേതായ ബലഹീനതകളും ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാം അവരുടെ ഒന്നും ബലഹീനതകളെ കൂടെ കൂട്ടിയില്ല. അബ്രഹാമിൻ്റെ കൂടെ പോയ സഹോദരപുത്രൻ സഞ്ചരിച്ച ദേശങ്ങളിലെ ആളുകളുടെ ബലഹീനതകളൊക്കെ അറിയാതെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അബ്രഹാം പോയി പാർത്ത ഇടങ്ങളിലൊന്നും പരിചയപ്പെട്ട ഒരു മനുഷ്യനിൽ നിന്നും അവരുടെ ബലഹീനതകളൊന്നും തൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്നില്ല. അബ്രഹാം ഏകനായി സഞ്ചരിക്കുകയാണ്. ദൈവം കാണിച്ച മാതൃകയുള്ള വഴിയിൽ കൂടെയാണ് അബ്രഹാം യാത്ര ചെയ്തത് അത്രയും. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രഹാമിനോടൊപ്പം യാത്ര ചെയ്തവർ അവരുടെ സഞ്ചാരപഥങ്ങളിൽ കണ്ടതും കേട്ടതുമൊക്കെ അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചതുകൊണ്ടാണ് ചില ഇടങ്ങളിലൊക്കെ അവർ ഇടറി വീണത്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ എല്ലാത്തിനോടും യെസ് പറഞ്ഞ് തലവണങ്ങി നിൽക്കുക എന്നുള്ളതാണ് മാന്യത എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാത്തിനോടും യെസ് പറയുക, അതിനോടൊപ്പം തലവണങ്ങി നിൽക്കുക, അതാണ് മാന്യതയും ആഢ്യത്വവും എന്ന് ചിന്തിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. സത്യത്തിൽ വേദപുസ്തകം പറയുന്നത് അങ്ങനെ ഒരു നയമല്ല. നോ പറയേണ്ടിടത്ത് ചിലതിനോടൊക്കെ വലിയൊരു നോ പറയുവാൻ തക്കവണ്ണം സാധിക്കുക എന്നുള്ളതാണ് ആത്മീയൻ്റെ ലക്ഷണം. ദൈവബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന, നമുക്കൊപ്പമുള്ള മനുഷ്യരുടെ സമാധാനം കെടുത്തിക്കളയുന്ന എല്ലാ വികലതകളെയും ഇടർച്ചകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന എല്ലാത്തിൽ നിന്നും ഒരു ലാവണ്യ ദൂരം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുക. ഇടർച്ചകൾക്ക് പ്രധാനമായും 3 കാരണങ്ങളുള്ളതായിട്ടാണ് നമ്മുടെ കർത്താവ് പറയുന്ന ഉപമയിൽ തന്നെയുള്ളത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ള 3 ഉപമകൾ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. ഇടറി വീഴാനുള്ള 3 സാധ്യതകളാണ് അവിടെ നമ്മുടെ കർത്താവ് വളരെ കൃത്യമായി ഈ ലോകത്തോട് പറഞ്ഞു വെക്കുന്നത്. ഒന്നാമതായി നമ്മുടെ കർത്താവ് പറയുന്നത് എന്താണ്? ഒരുപക്ഷെ കാണാതെ പോയ ആടിനെ പോലെ ഈ ലോക ജീവിതത്തിൽ ഇടറി വീഴുവാൻ തക്കവണ്ണം നിന്ന ഇടങ്ങളൊക്കെ മറന്നുപോയാൽ മതി. നിന്ന ഇടങ്ങളൊക്കെ ആരൊക്കെ മറന്നു പോകുന്നുണ്ടോ അവരൊക്കെ ഇടറി വീഴും. ഒരാൾ തൻ്റെ നിയോഗങ്ങളെയും താൻ രൂപീകരിക്കപ്പെട്ട ഇടത്തെയും തൻ്റെ സഹയാത്രികരെയും ഒക്കെ മറന്നുപോയാൽ ഇടർച്ചകൾ വളരെ വേഗം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. നമ്മുടെ ഈ കാലത്തിൻ്റെ കുഴപ്പം എന്താണ്? അത് വേറെ ഒന്നുമല്ല, അതിപരിചയത്വം കൊണ്ട് ചവിട്ടി നിൽക്കുന്ന
ഇടങ്ങളുടെ പ്രാധാന്യവും ഇടങ്ങളുടെ പ്രത്യേകതയും മറന്നുപോയി എന്നുള്ളതാണ്. നമ്മളൊക്കെ ആദ്യമായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ എത്ര ഭയവും വിറയലും ഒക്കെയാണ്. പല ദേശങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന നിരവധി മനുഷ്യരുണ്ടല്ലോ. ആദ്യമായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരിഭ്രമവും വിറയലും ഒക്കെയാണ്. പല പ്രാവശ്യം ആവർത്തിച്ച് ഈ ഇടത്തോടൊക്കെ അതിപരിചയത്വമായി കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാവുന്നൊരു ലാഘവത്വ ബുദ്ധിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, നാം നിന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് പരിസരങ്ങളിലേക്ക് നോക്കുവാനും ചിരിക്കുവാനും ഒരുപക്ഷെ സ്വയം ചിരിക്കുവാനും മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും ഒക്കെ ഇടയാകുന്ന ഒരു മാറ്റം അറിയാതെ തന്നെ നമ്മളുണ്ടാകും. പ്രിയമുള്ളവരെ, ഇടങ്ങളെയൊക്കെ ആര് മറന്നു പോകുന്നുണ്ടോ അതൊക്കെ ജീവിതത്തിലെ വലിയ ബലഹീനത തന്നെയാണ്. രണ്ടാമത് നമ്മുടെ കർത്താവോട് പാഠമോതുന്നുണ്ട്. നാണയം കളഞ്ഞുപോയ സ്ത്രീയെ പോലെ ഇടർച്ചകൾ വരുവാൻ തക്കവണ്ണമുള്ള സാധ്യത എന്താണ്? അത് സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതിരിക്കുക, ജീവിതത്തിൻ്റെ മൂല്യം മറന്നുപോയിട്ട് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മളെക്കാൾ വിലയിട്ട് ജീവിതത്തിന് ദൈവം നൽകിയ എല്ലാ കൃപകളും നഷ്ടമാക്കി കളഞ്ഞ ഒത്തിരി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ലോകത്തിലെ യാതൊന്നിനും നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ എല്ലാ ഇടർച്ചകളും അതോടെ അസ്തമിക്കും. മൂല്യം തിരിച്ചറിയാതിരിക്കുന്നവരാണ് ജീവിതത്തിൽ ഇടർച്ചകൾ വന്ന് വീണു പോകുന്നത്. മൂന്നാമതായി നമ്മുടെ കർത്താവ് തന്നെ പാഠമോതുന്നുണ്ട്. മുടിയൻ പുത്രൻ്റെ ഉപമയിൽ കൂടിയാണ്. എങ്ങനെയുള്ളവർക്കാണ് ഇടർച്ചകൾ സംഭവിക്കുന്നത്? അത് വേറെ ആർക്കുമല്ല, സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുന്നവർക്കാണ്. മുടിയനായ പുത്രന് സംഭവിച്ച വലിയ അപജയം അതുതന്നെയാണല്ലോ. എല്ലാം ശേഖരിച്ചു വെക്കാം എന്നുള്ള ചിന്തയിൽ സ്വന്തമായി വിചാരങ്ങൾ മാത്രം ഇങ്ങനെ സ്വരുക്കൂട്ടി മുന്നോട്ട് പോയി എന്നുള്ളതാണ് അവൻ്റെ ഇടർച്ചയുടെ ആഘാതം വർദ്ധിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അബ്രഹാം പോയ ഇടങ്ങളിലൊന്നും ഇടറി വീണില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ 3 ബോധ്യങ്ങൾ അവനുണ്ടായിരുന്നു. നിന്ന ഇടത്തെപ്പറ്റിയും യാത്രയായി ചെന്നെത്തുന്ന ഇടത്തെപ്പറ്റിയും കൃത്യമാകുന്ന ബോധ്യം അവൻ മനസ്സിൽ സൂക്ഷിച്ചു. സ്വന്തം മൂല്യത്തെ തിരിച്ചറിഞ്ഞു. നിയോഗം ലഭിച്ചാണ് ഈ യാത്ര ചെയ്തത്, വേറെ ആരും പറഞ്ഞിട്ടല്ല. ദൈവം കൈപിടിച്ച് നടത്തുന്ന യാത്രയാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. സ്വന്തം ബുദ്ധിയിൽ മാത്രമല്ല അബ്രഹാം ആശ്രയിച്ചത്. അവൻ തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും ആലോചനകളിൽ സംഘട്ടനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ച് ദൈവാലോചന പ്രകാരം അവൻ തൻ്റെ ജീവിതത്തെ നയിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും വീക്ഷിക്കുമ്പോൾ കഴിവും പ്രാഗൽഭ്യവും ഒക്കെയുള്ള ഒത്തിരി മനുഷ്യർ വീണുപോയ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഇടർച്ചയ്ക്ക് കാരണമായി നമുക്ക് ഉണ്ട് താനും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും അതിലേറെ ജാഗ്രതയോടും ഈ ലോക ജീവിതത്തിൽ വ്യാപരിപ്പാൻ നമുക്കിടയാകണം. നമ്മുടെ കർത്താവ് ആവർത്തിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പാഠമോദിയത് ഒരു ഉപദേശമാണ്. അത് വേറെ ഒന്നുമല്ല, ബി പ്രിപ്പയർഡ് ആൻഡ് ബി വിജിലൻറ്റ്. നിങ്ങൾ ഒരുക്കമുള്ളവരാവുക, ജാഗ്രതയുള്ളവരാവുക. എത്രയധികം പ്രാവശ്യമാണ് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞത്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടറി വീഴുവാൻ ഒത്തിരി സാധ്യതയുള്ള ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ കർത്താവിന് ഉള്ളതുകൊണ്ട് തന്നെയാണ്. തന്ന താലന്തുകളൊക്കെ കടലെടുത്ത് പോയി എന്ന് പറഞ്ഞതുകൊണ്ടോ, തന്ന താലന്തുകളൊക്കെ കുഴിച്ചിട്ടു ഇതാ അതുപോലെ തിരിച്ചെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നമ്മുടെ കർത്താവ് തൃപ്തിപ്പെടുകയില്ല എന്ന് തിരുവചനത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒറ്റ ചോദ്യമാണ് നമ്മെ കാത്തിരിക്കുന്നത്: ആ താലന്ത് കൊണ്ട് നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം. സത്യത്തിൽ അടിമുടി നമ്മെ ഭയപ്പെടുത്തേണ്ടുന്ന ചോദ്യമാണത്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ തല ഉയർത്തി പിന്മാറുവാൻ തക്കോണം നമുക്കിടയാവണം. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഉപദേശം ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമാവുക എന്നുള്ളത്. പാമ്പിൻ്റെ സ്വഭാവ പ്രത്യേകത എന്ന് പറയുന്ന എല്ലായിടത്തും തല ഉയർത്തി നിൽക്കുക എന്നുള്ളതല്ല.
തലയ്ക്കടി കിട്ടും എന്ന് ബോധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തല പിൻവലിച്ച് പിൻവാങ്ങുന്നതാണ് ഈ പാമ്പിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. സത്യത്തിൽ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായി തീരുവാൻ തക്കവണ്ണമുള്ള ക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്രയും ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ മാത്രമാണ് പ്രവർത്തിച്ചു പോകുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ വരെ വളരെ കരച്ചിലോടെ വിലപിച്ച ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജാഗ്രതയോടെ ജീവിപ്പാൻ നമുക്കിടയാകണം. അതിനു വേണ്ടത് വീണുപോയ ഇടങ്ങളെല്ലാം വളരെ കൃത്യമായി ഓർത്തു വെക്കുക, അതിനോടൊപ്പം വഴിമാറി ഒഴുകുവാനും ഇടയായി തീരുക. വീണയിടത്ത് തന്നെ വീണ്ടും വീണ്ടും വീഴുകയാണെങ്കിൽ നമ്മൾ ആത്മാവ് നയിക്കുന്നവരല്ല, അധർമ്മം നയിക്കുന്നവരാണ് എന്ന് കാലം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവം തൻ്റെ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. ആ ജനത്തെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് വഴി നടത്തി. അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ കാരണം എന്താണ്? ദൈവം ഓർത്തവരാണ് വിശുദ്ധരായി മാറിയിട്ടുള്ളത്. ദൈവഹൃദയത്തിൽ ഇടമുള്ളവരാണ് ദൈവസ്നേഹിതരായി മാറിയിട്ടുള്ളത്. അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ കാരണം അവൻ സമ്പന്നതയുടെയും സുഭിക്ഷതയുടെയും മധ്യത്തിലും ദൈവാരാധനയ്ക്കും ദൈവാന്വേഷണത്തിനുമായി സമയം കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പോയിടങ്ങളിലെല്ലാം അവശേഷിപ്പിച്ചത് ബലിപീഠങ്ങളാണ്. പിന്നാലെ വന്നവരെല്ലാം അബ്രഹാമിൻ്റെ സഞ്ചാരപഥങ്ങളെ മനസ്സിലാക്കിയത് അവൻ അവശേഷിപ്പിച്ചു പോയ ബലിപീഠങ്ങളെ നോക്കിയാണ്. അടുത്ത തലമുറയ്ക്ക് ഓർക്കുവാൻ തക്കവണ്ണം എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ വലിയ കഴിവുകളൊന്നും ഉള്ളവരല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമെങ്കിലും അവശേഷിപ്പിക്കുവാൻ നമുക്കിടയാവുക എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമതായി അബ്രഹാം നിലനിർത്തിയ ഹൃദയബന്ധങ്ങളിലെ ആത്മാർത്ഥതയാണ്. കൂടെ ആരെയും കൂട്ടരുതെന്ന് പറഞ്ഞിട്ടും രണ്ടുപേരെ ഒഴിവാക്കുവാൻ അബ്രഹാമിനാവുന്നില്ല. കാരണം അത്രമേൽ ഹൃദയാർദ്ര ബന്ധമാണ് അവരോട് അബ്രഹാം പുലർത്തിയിരുന്നത്. അവർ വഴിയായി ദുഃഖിക്കേണ്ടി വന്നിട്ടും അവരെ തള്ളിക്കളയാൻ തക്കവണ്ണം ഇടയാകാതെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നുള്ളത് അബ്രഹാമിൻ്റെ വലിയ ഗുണമാണ്. ഈ ലോക ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ വിഷമിപ്പിച്ചാലും വേദനിപ്പിച്ചാലും പള്ളു പറഞ്ഞാലും പരിഹസിച്ചാലും അന്ത്യം വരെ അവർക്കൊക്കെ കൂട്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനമായി അബ്രഹാമിനെ ദൈവം ഓർത്തതിൻ്റെ കാരണം യാത്രാ വഴിയിൽ പതിയിരുന്ന ഇടർച്ചകളോടൊന്നും അബ്രഹാം സഖ്യം ചേർന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ ജീവിതയാത്ര പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഏതെല്ലാം ഇടർച്ചകൾ നിറഞ്ഞ വഴിയിൽ കൂടെയാണ് അനുദിനം നാം യാത്ര ചെയ്യേണ്ടത്. അവിടെയൊക്കെ ചിലയിടങ്ങളിൽ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഇറങ്ങിപ്പോരുവാൻ തക്കവണ്ണം നമുക്കിടയാവണം. അങ്ങനെയുള്ളവരാണ് വിശുദ്ധരായി മാറുന്നത്. അങ്ങനെയുള്ള ജീവിതം നയിച്ച് വിശുദ്ധനായി മാറിയ പരിശുദ്ധ പരിമല തിരുമേനിയുടെ സമാധിയുടെ മുമ്പിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നതും. ആ പരിശുദ്ധൻ്റെ പ്രാർത്ഥന ഇഹപരലോകങ്ങളിൽ നമുക്ക് അഭയവും ബലവുമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.